ആരും വിശ്വസിക്കാതിരിക്കില്ലല്ലോ. ദോശമാവിലോട്ട് അല്പം ചോറ് ചേർത്ത് കൊടുത്താൽ നല്ല മയം ഉണ്ടാവും. ഞാൻ പറഞ്ഞതിൻ്റെ വലിയ വലിയ ആൾക്കാർ പറഞ്ഞതാണ്. കാണാൻ ഭയങ്കര കോമഡി ആയിട്ടുണ്ടെങ്കിലും കോമഡിയല്ല, നമ്മുടെ ദോശമാവ് അരയ്ക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് ചോറോട് ചേർത്ത് കഴിഞ്ഞാൽ നല്ല മയം കിട്ടും. അരി, ഉഴുന്ന്, ഉലുവ ചേർക്കുന്ന സമയത്ത് കുറച്ച് അരിയുടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അതിലോട്ട് ചോറ് ചേർക്കുക. എന്നിട്ട് നന്നായി കുതിർന്ന് കഴിയുമ്പോൾ ഇതിനെ ഗ്രൈൻഡറിലോ മിക്സിയിലോ എന്തിലാന്ന് വെച്ചാൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പോലെ അരഞ്ഞ് കിട്ടണം. ഇതൊന്ന് അരഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് പൊങ്ങി വരാനായിട്ട് വയ്ക്കാം. പിന്നെ മാവ് പൊങ്ങി കഴിയുമ്പോൾ പിറ്റേ ദിവസം അതിലോട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത്, അല്ലെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഉപ്പ് ചേർത്താൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിറ്റേ ദിവസമാണ് ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം സാധാരണ പോലെ ദോശ ഉണ്ടാക്കുക. നല്ല പഞ്ഞി പോലത്തെ ദോശയാണ് കേട്ടോ. സെറ്റ് ദോശ ആയാലും നല്ല സ്മൂത്തായിട്ടുള്ള ദോശ ആയാലും തിന്നായിട്ടുള്ള ദോശ ആയാലും നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പിന്നെ ഇനി വിശ്വസിക്കുമല്ലോ. അപ്പോൾ സാധാരണ നമ്മൾ ചോറ് ബാക്കി വരുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ അരയ്ക്കുന്നതിൻ്റെ കൂടെ ചേർത്താൽ മതി. ചോറ് വേസ്റ്റ് ആവുകയില്ല, നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടുകയും ചെയ്യും. സാധാരണ പോലെ തന്നെ ദോശമാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ക്രിസ്പിയാക്കി എടുക്കുക. അപ്പോൾ ചോറ് ബാക്കി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു കാര്യത്തിന് പരിഹാരമാവും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയും കിട്ടും. ദോശ ഒരിക്കലും ഇനി സോഫ്റ്റ് ആവുന്നില്ല എന്ന് ആരും പറയുകയില്ല. ഇത്രയും തിന്നാക്കേണ്ട ആവശ്യമില്ല. കട്ടിയായിട്ട് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. എനിക്ക് നല്ല നൈസായിട്ടുള്ള ദോശയാണ് ഇഷ്ടം, പക്ഷേ ഇത് കുറച്ച് കട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല നൈസായിട്ടുള്ള ദോശ ഉണ്ടാക്കാൻ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വിശ്വസിക്കുമല്ലോ.